ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ച് പ്രോഗ്രസീവ് പ്രൊഫഷണൽ ഫോറം കുവൈറ്റ്. എൻവിഗോ 26 എന്ന പേരിൽ കുവൈറ്റ് മെഹബുള്ള ബീച്ച് പരിസരം വൃത്തിയാക്കിയാണ് പരിസ്ഥിതി ദിനം ആഘോഷിച്ചത്. പ്രകൃതി സംരക്ഷണവും സാമൂഹിക സേവനവും കൈകോർക്കുന്ന ഒരു പ്രവർത്തനമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. PPF എന്ന ഈ സംഘടനയുടെ ഈ സാമൂഹിക സേവനത്തെക്കുറിച്ച് അവരുടെ ഭാരവാഹികളോട് നമുക്ക് ചോദിച്ചറിയാം. പ്രോഗ്രസീവ് പ്രൊഫഷണൽ ഫോറം കുവൈറ്റ്, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? പ്രോഗ്രസീവ് പ്രൊഫഷണൽ ഫോറം കുവൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ ഒരു സംഘടനയാണ്. ഈ സംഘടന രൂപീകൃതമാകുന്നത് തന്നെ ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഫഷണലുകളുടെ സാമൂഹിക അവബോധവും സാമൂഹിക പ്രതിബദ്ധതയും ബേസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ സൊസൈറ്റിയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് എന്താണോ ഞങ്ങൾ നേടിയത് അതിന്റെ ഒരു ഭാഗം തിരിച്ച് സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങളാണ് PPF നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രൊഫഷണലുകളുടെ അപ്ലിഫ്റ്റ്മെന്റ്, അവരുടെ പ്രൊഫഷണൽ നോളജ് വർദ്ധിപ്പിക്കുന്നതിനുള്ള പരിപാടികൾ, അതുപോലെ തന്നെ സാമൂഹികമായ പ്രതിബദ്ധതയുള്ള പരിപാടികൾ, ഇതൊക്കെയാണ് ഞങ്ങൾ പ്രധാനമായിട്ട് സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ലോക പരിസ്ഥിതി ദിനമാണ്. ഈ ലോക പരിസ്ഥിതി ദിനമായതുകൊണ്ട് ഈ ബീച്ച് ക്ലീനിങ് തന്നെ തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം? ബീച്ച് ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കടലാണ് നമ്മുടെ ഏറ്റവും അധികമായിട്ട് മലിനമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ബീച്ച് ക്ലീനിങ് എന്നുള്ള ഒരു സാധനത്തിലേക്ക് തെരഞ്ഞെടുത്തത്. ഇത് അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രോഗ്രാമുകൾ PPF ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ടോ? നമ്മള് കഴിഞ്ഞ വർഷവും ഇതേമാതിരി ലോക പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ സെമിനാർസ് നടത്തിയിട്ടുണ്ടായിരുന്നു, അവയർനെസ് കണ്ടക്ട് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ വേൾഡ് ക്വാളിറ്റി ഡേ നടത്താറുണ്ട്, കുട്ടികൾക്കായി സയന്റിഫിക് സെമിനാർസ്, സയൻസ് എക്സിബിഷൻ നടത്താറുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് സൊസൈറ്റിന്റെ എല്ലാ തലങ്ങളിലും കണ്ടക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കുറെ പ്രോഗ്രാംസ് നടത്താറുണ്ട്. അപ്പൊ ഇന്നത്തെ പരിപാടി ഇവിടെ എത്തിച്ചേർന്ന രാവിലെ 5:30 തന്നെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ഫാമിലിയും ഞങ്ങൾ കൺഗ്രാജുലേറ്റ് ചെയ്യണം, നന്ദി പറയുകയാണ്. അതിന്റെ കൂടെ തന്നെ കൊച്ചുകുട്ടികൾ മുതൽ എല്ലാവരും ഉണ്ടായിരുന്നു. കൊച്ചുകുട്ടികളുള്ള നമുക്ക് അവയർനെസ്, ഈ ബീച്ചിലെ എക്കോസിസ്റ്റം എങ്ങനെ ഡിസ്റ്റർബ് ആവുന്നുള്ള അവയർനെസ് നമുക്ക് കാണിക്കാൻ പറ്റി ഈ പ്രോഗ്രാമിലൂടെ. അത് മാത്രമല്ല, നമ്മൾ വരുമ്പോൾ ഈ ബീച്ച് വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഫുൾ പ്ലാസ്റ്റിക്സ് ആയിരുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊരു ഈ ബാഗ്സ് തന്നെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഈ ബാഗ്സിലൂടെ നമുക്ക് ഓൾമോസ്റ്റ് ഈ ബീച്ച് ക്ലീൻ ആക്കാൻ പറ്റി. അപ്പൊ ഇത് നമ്മൾ ഒരു മെസ്സേജാണ് കൊടുക്കുന്നത് സൊസൈറ്റിക്ക്, നമ്മുടെ എക്കോസിസ്റ്റം എപ്പോഴും നമ്മൾ പ്രിസർവ് ചെയ്യണം എന്നുള്ള കാര്യം. പ്രകൃതിയെ സംരക്ഷിക്കണം, പ്രകൃതിയെ സംരക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ ലൈഫിനും അതിനായ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് PPFന്റെ ലക്ഷ്യം. എന്തായാലും നിങ്ങളുടെ ഈ ഒരു സംരംഭം, അത് PPFന്റെ ലക്ഷ്യം എന്തായാലും നല്ല ഉദ്ദേശമാണ്. ഇതൊരു എല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ. PPF ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു പ്രവർത്തനം, ഒരു സാമൂഹിക സേവനം, അത് മറ്റുള്ളവർക്കും ഒരു മാതൃകയാണ്. കുവൈറ്റിൽ ഒരുപാട് സംഘടനകളുണ്ട്, അവരും ഇത് ഏറ്റെടുക്കട്ടെ. നമ്മുടെ പ്രകൃതി ഇനിയും കൂടുതൽ സുന്ദരമാകട്ടെ. കുവൈത്തിൽ നിന്നും ക്യാമറാമാൻമാരായ അദ്വൈതനും ആദിക്കൊപ്പം IV സുനേഷ്, വേങ്ങര.